അപ്പോൾ നമ്മൾ നിൽക്കുന്ന തഞ്ചാവൂർ പെരിയ കോവിൽ ക്ഷേത്രത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാജരാജ ചോഴൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണിത്. അത്രമാത്രം ശിവഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു ഭക്തി തെളിയിക്കാൻ വേണ്ടി ഒന്ന് നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ടെക്നിക്കൽ വശങ്ങൾ പറയാൻ നമുക്ക് നമ്മുടെ രണ്ട് പരിചിതരെ വിളിക്കാം. പ്രശു, യെസ് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 12 വർഷം കൊണ്ടാണ് രാജരാജ ചോഴൻ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 14 നിലയും ഏകദേശം 213 അടി ഉയരമുള്ളൊരു ക്ഷേത്രമാണിത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഗോപുരം പോലുള്ള ഏകദേശം 81 ടണ്ണോ മറ്റോ അതിനടുത്ത് ഭാരമുള്ളതാണ്. പിന്നെ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പം. അതിന് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ അങ്ങനെ ഒരുപാട് ദക്ഷിണാമൂർത്തി, ഗണപതി, മുരുകൻ, അങ്ങനെ കുറേ ശില്പം, പെരിയ നായികയുടെ ശില്പമുണ്ട്. അപ്പം എല്ലാം ആ ശില്പങ്ങൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള ഓരോ കുത്തുപണികളായിക്കോട്ടെ എല്ലാം കണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റ് ഉപയോഗിക്കാതെയാണ്. കല്ലുകൾ കൂട്ടി ഇൻ്റർലോക്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അത്രത്തോളം വിദഗ്ധരായിരുന്നു നമ്മുടെ ഭാരതീയ ഭാരതീയ തച്ചുവിദ്യയും ഈ വിദ്യകളെ ആർക്കിടെക്ചർ. നമുക്ക് ആ ഗോപുരത്തിൻ്റെ വളരെ മൈല്യൂട്ടായിട്ടുള്ള ഓരോ വിഗ്രഹങ്ങളുണ്ടല്ലോ, അതിൻ്റെ കയ്യിലുള്ള ഓരോ ആയുധങ്ങളൊക്കെ എന്ത് മൈല്യൂട്ടായിട്ടാണ് നിങ്ങൾ വന്ന് കാണുക തന്നെ വേണം കേട്ടോ. ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾ കുറേ റീല് കണ്ടുകൊണ്ട് ഒന്നും ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. യു ഷുഡ് കം, അല്ലേ? അതെ. പിന്നെ ഇവിടെ തന്നെ ഈ നമ്മുടെ ഈ മറ്റേ ഈ റൂഫിലൊക്കെ നോക്കിയാൽ അവിടുത്തെ ചിത്രവിദ്യകളൊക്കെ കാണാം. അതും ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇവിടുത്തെ പില്ലേഴ്സിലൊക്കെ എന്തോ പണ്ടത്തെ തമിഴാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ തമിഴ് അറിയുന്ന ആളാണ്. പഴയ തമിഴല്ലാതെ ഒരു എന്തോ ഒരു വേറെ ഏതോ ഒരു എഴുതിയിട്ടുണ്ട്. പിന്നെ വീണ ആക്ച്വലി തഞ്ചാവൂരിൽ നിന്ന് തന്നെ നമ്മുടെ സംഗീത ലോകത്തേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കേരളത്തിൽ വെച്ച് എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയത്, നമുക്ക് കേരളത്തിലൊക്കെ ഒരു അമ്പലം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസിറ്റിംഗ് പ്ലേസ് എന്ന് പറയുമ്പോൾ കുറേയേറെ റെസ്ട്രിക്ഷൻസാണ്. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് എന്താ പറയുക, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ചുറ്റി നടന്ന് കണ്ട് നമുക്ക് ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര പീസ്ഫുൾ ആട്ടോ. പിന്നെ കുറേ തത്തകൾ ഇതിനൊക്കെ പാടി നടക്കുന്നു, പ്രാവുകൾ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ, ഈ ഗോപുരത്തിൻ്റെ എല്ലാ ഇതിലും കുറേ നന്ദികളാണ്, നിരയായിട്ട് കാണുന്ന എല്ലാ നന്ദികളാണ്. പിന്നെ ഇതാണ് എത്ര അടിയാണ് ഉയരം പറഞ്ഞാൽ? 213 അടി ഉയരമുള്ള നമ്മുടെ ആ ഗോപുരം അതാണ് കേട്ടോ. അതിൽ ആ മുകളിൽ കാണുന്ന മകുടത്തിൻ്റെ ഭാരം എത്രയാണ്? 81 ടൺ എന്ന് പറയുമ്പോൾ എത്രയോ 12 ആനയുടെ കണക്കൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാവരും കൂടെ വരിക, കാണുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ.